കേരളത്തിലെ തെരുവുകളിലെ കുഴികൾക്ക് ഇവിടെ മാത്രമല്ല അങ്ങ് ബ്രിട്ടനിലും പിടിപാടുണ്ട് എന്ന് പറയുന്ന രീതിയിലാണോ കാര്യങ്ങൾ പോകുന്നത്? ബ്രിട്ടനിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഋഷി സുനക്കിന്റെ പരാജയത്തിന് കാരണമായത് ഇംഗ്ലണ്ടിലെ പൊട്ടിപ്പൊളിഞ്ഞ ചില റോഡുകളും ഗട്ടറുകളും എല്ലാമാണ് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് അതിനുശേഷം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നല്ല നിലവാരത്തിലുള്ള ധാരാളം റോഡുകൾ ഉണ്ടെങ്കിലും അതേപോലെ തന്നെ കുണ്ടും കുഴിയുമുള്ള റോഡുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് അതിനൊരു പരിഹാരമുണ്ടാവണമെന്നുള്ള വിചാരത്തോടു കൂടിയാണ് കേരള വിഷൻ ന്യൂസ് എന്നാൽ വാ കുഴി അടയ്ക്കാമെന്നുള്ള പരമ്പര ആരംഭിച്ചത്. ആ പരമ്പര ആരംഭിച്ചതിന് ശേഷം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി കുഴികൾ ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൊണ്ടുവരികയും അതിന് പരിഹാരമുണ്ടാവുകയും ആ കുഴികൾ പലതും അടയ്ക്കപ്പെടുകയും ചെയ്തു. ആ പരമ്പര ഞങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴിതാ ആ പരമ്പരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ദൃശ്യങ്ങൾ അത് തിരുവനന്തപുരം ജില്ലയിലെ ഗ്രാമീണ റോഡുകളിലെ പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായി കിടക്കുന്ന വഴികൾ കണ്ടിട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ ഇടപെട്ടിരിക്കുന്നു. കേരള വിഷൻ ന്യൂസിന് ഒരു വലിയ ബിഗ് ഇമ്പാക്റ്റ്, പോസിറ്റീവായ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്ത. തലസ്ഥാനത്തെ തിരുവനന്തപുരത്തെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഗ്രാമീണ റോഡുകളെല്ലാം സമയബന്ധിതമായി ഗതാഗത യോഗ്യമാക്കുന്നതിനുള്ള പ്രവർത്തന പദ്ധതി സമർപ്പിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത്. ആ വാർത്തയിലേക്ക്. തലസ്ഥാനത്തെ ഗ്രാമീണ റോഡുകളുടെ ശോച്യാവസ്ഥ തേടിയിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകൾ ദുരിതം നിറഞ്ഞതായിരുന്നു. ആരോട് പരാതി പറയുമെന്നറിയാതെ മയിലാടി നെടുങ്കുഴി നിവാസികൾ ആശങ്ക അറിയിച്ചു. അതേസമയം വിളവൂർക്കൽ പഞ്ചായത്തിലെ പാവക്കോട് പ്രദേശവാസികൾക്ക് പരാതി കൊടുത്ത അടുത്ത കാര്യമാണ് പറയാനുണ്ടായിരുന്നത്. കഴക്കൂട്ടം, അരശുമൂട്, കുഴിവിള പ്രദേശത്തെ ജനങ്ങൾ കഴിഞ്ഞ 8 വർഷമായി സഞ്ചരിക്കുന്നത് റോഡെന്ന് പറയാൻ പോലും കഴിയാത്ത PWD റോഡിലൂടെയാണ്. ഗ്രാമീണ മേഖലയിലെ പല റോഡുകളുടെയും അവസ്ഥ വ്യത്യസ്തമല്ല. ഈ പ്രശ്നത്തിലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. സംസ്ഥാനത്തെ പൊട്ടിപ്പൊളിഞ്ഞ ഗ്രാമീണ റോഡുകൾ സമയബന്ധിതമായി യാത്രായോഗ്യമാക്കി നൽകണമെന്നതാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നഗരത്തിലെ ഗ്രാമീണ റോഡുകളിലൂടെയുള്ള യാത്ര വാഹനങ്ങൾക്ക് മാത്രമല്ല മനുഷ്യർക്കും അപകടകരമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തിൽ പറയുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.